ഹലോ, ഞങ്ങൾ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോയിട്ട് വരിക്കശ്ശേരി മനയിലേക്കാണ് വന്നിരിക്കുന്നത്. മലയാള ഫിലിമിൽ ഏറ്റവും കൂടുതൽ നമ്മൾ തറവാടായിട്ട് യൂസ് ചെയ്ത മനയാണ് വരിക്കശ്ശേരി മന. നമുക്കൊക്കെ അറിയാമല്ലോ, ആറാം തമ്പുരാനിലും അതേപോലെ തന്നെ കുറേ ഒരു 50ഓളം ഫിലിമിലുണ്ട് മലയാളത്തിൽ തന്നെ. ആ മനയിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. സോ നമുക്കിന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, കം ഓൺ. എൻട്രൻസിന് കയറിയതിന് ശേഷം നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ടാവും. ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് ചാർജ്. മനയുടെ ഫ്രണ്ട് സൈഡ് ഇതാണ്. നല്ല എന്താ പറയുക, നല്ല വ്യൂ ആണ്, നല്ല വലിയ മുറ്റവും. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും വേറെ അവരന്ന് പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തിരുന്ന ഒരു പുരയായിട്ട് തന്നെ രണ്ട് സൈഡിലും ഉണ്ട്. കാണാൻ അത്യാവശ്യമുണ്ട്. സോ നമുക്ക് ഉള്ളിൽ കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. വിശാലമായിട്ടുള്ള നടുമുറ്റമാണ് മനയുടെ പ്രത്യേകത. 3000 വർഷം മുൻപ് 3 നിലകളിലായി പണിതതാണ് ഈ മന. ഏകദേശം 150ഓളം സിനിമകളിലാണ് ഈ മനയുള്ളത്. ഇത്രയും പഴക്കമുണ്ടായിട്ടും ഇന്നും നല്ല സ്ട്രോങ്ങോട് കൂടിയിട്ടാണുള്ളത്. ഏക്കറുള്ള സ്ഥലത്ത് മനയും 2 പത്തായ പുരയുമാണുള്ളത്. വിശാലമായ മുറ്റവും കൊത്തുപണികളോട് കൂടിയ തൂണുകളും ചുമച്ചിത്രങ്ങളും ഏറെ പ്രത്യേകതയുള്ളതാണ്. ഞങ്ങൾ ഇവിടെ കണ്ടു, ഇവിടെ ഉള്ളിലൊക്കെ കയറി നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള നെക്സ്റ്റ് മനയിലേക്ക് പോവുകയാണ്. അവിടെ അത്യാവശ്യം ഇതുപോലെ തന്നെ ഒരു നല്ല സ്പേസുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. സോ അവിടെ കൂടെ നമുക്ക് പോവാം. ചെയ്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വയ്യാണ്ടായി. അമ്മാതിരി ചൂട്, ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഹ്യൂമിഡിറ്റി ഉണ്ട്, ചൂടുണ്ട്, നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഒന്നും പറയുന്നില്ല, അത്ര രസമാണ്. ഐ തിങ്ക് ആൾക്കാർക്ക് ഉറങ്ങിയിട്ട് കൂടിയായിരുന്നു. അവിടെ സ്പേസ് കൂട്ടുകൂടെ നമുക്ക് കുറേ പേരുണ്ടാവില്ല. അവിടെ ഇറങ്ങിയാൽ ഇവിടെ ഉറങ്ങാനൊക്കെ ഇത് നിലനിന്ന് കിടക്കില്ല. അങ്ങനെ ഇന്ന് നമ്മളുടെ വ്ലോഗിങ്ങൊക്കെ കഴിഞ്ഞു. ആറാം തമ്പുരാനും അതേപോലെ തന്നെ രാപ്പകലിലൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലം വിസിറ്റ് ചെയ്യാൻ വന്നത്. സോ നല്ല സ്ഥലമാണ് കേട്ടോ, എക്സ്പ്ലോർ ചെയ്യാൻ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വരാം. അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. നമുക്ക് ഈ ഒരു കാഴ്ചക്ക് കാണാൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ നമ്മളൊരു വലിയൊരു ഭാഗ്യമാണ്. സോ എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം വിസിറ്റ് ചെയ്യാൻ നോക്കുക. തൃശ്ശൂരിൽ നിന്നും പാലക്കാട് നിന്നും അത്ര ദൂരമൊന്നുമില്ല, അടുത്താണ്. 42 കിലോമീറ്റേഴ്സൊക്കെ വരുന്നുള്ളൂ. സോ മാക്സിമം വരിക എല്ലാവരും ഇവിടെ. എന്നിട്ട് ഈ നമ്മളുടെ പണ്ടത്തെ ഈ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസസ് ഒക്കെ വിസിറ്റ് ചെയ്യാം. ഈ പാലക്കാട് ഇങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട്, അതിലൊരു പ്ലേസാണിത്. ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വ്ലോഗിങ് ഇവിടെ സൂപ്പറായിട്ട് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തുള്ള പുതിയ വീഡിയോയും ഞങ്ങൾ നെക്സ്റ്റ് ടൈം വരാം. അതുവരേക്കും ബൈ ബൈ.